IT ഞാൻ നിങ്ങളുടെ പോലെ ഫ്രഷർ ആയിരിക്കുമ്പോൾ we started with working with Python, Java, all those coding. When you are going to pass out of college, are you Python developers or are you higher more than that? So those of you who raised your hands for becoming a Python developer after 4 years, nobody is going to hire Python developers. Sorry. Nobody is going to hire Java developers, sorry. Because your ChatGPT can do better Java, better Python than you guys, than me. Okay, trust me, I have more than 10 years of experience, but the ChatGPT can do better Python than me. So what they are going to hire is, they will hire AI engineers. You need to know how to use AI effectively and get the job done. So നിങ്ങളുടെ എല്ലാ research paper, projects, സെമിസ്റ്ററിലുള്ള എല്ലാം use AI. Don't go with the first answer what it is. You will have to improvise on using AI. അവിടെയാണ് you will have to first master prompt engineering. Okay? Prompt engineering വെച്ചാൽ എന്താണ്? ഇന്ന് prompt engineering എത്ര പേർക്ക് അറിയാം? Raise of hands. Nobody. Okay. അപ്പോൾ എല്ലാവർക്കും ChatGPT അറിയാം. ChatGPTയോട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയിട്ട് എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ ആദ്യം prompt engineering അറിയാം. അപ്പോൾ prompt engineering അറിയാത്തവർ after this session go and google it out what is prompt engineering. The one who masters prompt engineering will get to know how to better utilize ChatGPT AI tools. ഇപ്പോൾ നിങ്ങളുടെ സീനിയർ പറഞ്ഞല്ലോ I use ChatGPT but it is not 100% accurate. Sometimes it gives false information. The false information comes because you are asking not the accurate question. So in order to improve, നമ്മൾ ചോദ്യങ്ങൾ ശരിയായിട്ട് ചോദിച്ചാൽ ChatGPT can give better answer than even a PhD guy. Okay, maybe your professors. I'm not saying you don't need your professor, you still need your professor. You still need to learn Java, Python, okay? Because ChatGPT ഒരു Python കോഡ് തരാൻ പറ്റും. പക്ഷെ ആ പൈത്തൺ കോഡ് ശരിയാണോ എന്നുള്ളത് ആ കോഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഏതാണ് ഫംഗ്ഷൻ, ഏതാണ് വേരിയബിൾ, ഏതാണ് ലൈബ്രറി, അതൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ മലയാളത്തിൽ നമ്മൾ മലയാള അക്ഷരങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കഥകളും കവിതകളും ഒക്കെ എഴുതാൻ തുടങ്ങുന്നത്. സോ ആ ഒരു ബേസാണ് ജാവ പൈത്തൺ ഒക്കെ. അപ്പോൾ യു സ്റ്റിൽ നീഡ് ടു ലേൺ ജാവ പൈത്തൺ ബട്ട് യു ഹാവ് ടു ഗോ വൺ സ്റ്റെപ്പ് അബോവ് ആൻഡ് ലേൺ AI ആൻഡ് ML. സോ ഇപ്പോൾ മാഡം കാണിച്ചല്ലോ, നീതു മാഡത്തിൻ്റെ ഫോട്ടോ ഒക്കെ AI ജനറേറ്റഡ് ഫോട്ടോ ഒക്കെ കാണിച്ചല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ ഇമേജ് ജനറേഷൻ, കോഡ് ജനറേഷൻ ഈസ് യുവർ പൈത്തൺ കോഡ്, ജാവ കോഡ് ആണ്. നാനോ ബനാന എത്ര പേര് കേട്ടിട്ടുണ്ട്? റൈസ് ഓഫ് ഹാൻഡ്സ്. നാനോ ബനാന എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? 2 പേരേ ഉള്ളൂ. 2 പേരെ കൂടുതൽ ഉറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഐ എം പ്രിറ്റി ഷുവർ. നിങ്ങളുടെ കോളേജിൻ്റെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നാനോ ബനാന ഇസ് യൂസ് ഫോർ യുവർ ഇമേജ് ജനറേഷൻ. That is one of the tool what we used for madam's AI image generation. Okay, either Nano Banana or you have Copilot that also can do image generation. A large language models എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ തമിഴിൽ ഒരു സിനിമ ഉണ്ട്, രജനീകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ട്, റോബോ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? റോബോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടിട്ടുണ്ടോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എല്ലാം കാണും. റോബോ സിനിമയിൽ കാണാത്ത ആൾക്കാർ നീ ഇന്നിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് റോബോ സിനിമ കാണുക. റോബോ സിനിമയിൽ ഫുൾ സിനിമ കാണണ്ട, ഒരു ആദ്യത്തെ ഒരു 10-15 minutes കണ്ടാൽ മതി. they will show how the models are being trained. So model എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഡിജിറ്റൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, ദാറ്റ് ഈസ് എ സബ്ജക്ട്. സയൻസ് ഒരു സബ്ജക്ട്, മാത്സ് ഒരു സബ്ജക്ട്. അതിന് ഓരോ സബ്ജക്റ്റിനും ഓരോ മോഡൽ ക്രിയേറ്റ് ചെയ്ത് യു ട്രെയിൻ ദാറ്റ് AI ടു നോ ഓൾ ദീസ് സബ്ജക്ട്സ്. സോ ദാറ്റ് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വാട്ട് ആർ യു ആസ്കിങ് അബൌട്ട്? ആർ യു ആസ്കിങ് ആൻ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ? Are you asking a engineering related question? Are you asking a science related question? Are എങ്ങനെയാ ChatGPT and other tools are going to understand? It's because they are trained on those models. Okay, ചില questions maybe it is not giving 100% accurate answer because it may not be trained. Training എന്ന് പറയുന്നത് നമ്മൾ ഈ ജിമ്മിൽ പോകുന്ന പോലെ ഡെയിലി ജിമ്മിൽ പോയിട്ട് നമ്മൾ ഡംബിൾസ് അല്ല ചെസ്റ്റ് വെയിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഡെയിലി യു ഹാവ് ടു ട്രെയിൻ ദോസ് മോഡൽസ്. അപ്പോൾ ഈ ChatGPT 2021 ഏകദേശം ഒരു 3-4 കൊല്ലം മുമ്പാണ് ChatGPT ഗോട്ട് റിലീസ് ടു ദ ഹോൾ വേൾഡ്. പക്ഷേ ആ ChatGPT റെഡിയാക്കാനുള്ള വർക്ക് തുടങ്ങിയത് 2014-2015 ബാക്ക് വെൻ ദ ടൈം ഐ വാസ് ഗെറ്റിംഗ് ഇൻ ടു ദി IT ഇൻഡസ്ട്രി. സോ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ട്രെയിൻ ദോസ് മോഡൽസ്. ഇറ്റ് ഈസ് സ്റ്റിൽ ബീയിങ് ട്രെയിൻഡ് ഓൺ യുവർ ChatGPT. അപ്പോൾ ChatGPT 4 വന്നു, ChatGPT 5 വേർഷൻ വന്നു, and versions will get improved, right? So you have to train those models, and how the models are being trained is through your machine learning. And machine learning will have NLP. Anyone heard about NLP? NLP is എന്താണെന്നറിയോ? NLP is natural language processing. അത് നമ്മളിപ്പം മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ കേരളത്തിൽ മലയാളത്തിൽ സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് സംസാരിക്കുന്നു,
കർണാടകയിൽ പോയാൽ കന്നഡയിൽ സംസാരിക്കും, നോർത്ത് ഇന്ത്യ പോയാൽ ഹിന്ദി സംസാരിക്കും. സോ ഓരോ ഭാഷകളുള്ളതുപോലെ യുവർ മെഷീൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. സോ ജാവ ഇസ് എ ലാംഗ്വേജ്, പൈത്തൺ ഇസ് എ ലാംഗ്വേജ്. സോ അതുപോലെ നമ്മൾ ഈ ML മനസ്സിലാക്കാണ് NLP ഇസ് എ ലാംഗ്വേജ് വാട്ട് ദേ യൂസ് ടു ട്രെയിൻ ദീസ്.